എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ടാങ്കിയുടെ എയർ ഫിൽറ്ററുകൾ ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആക്ടിവയുടെ സ്കൂട്ടറുകളുടെ എഞ്ചിൻ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യും, അതോടൊപ്പം തന്നെ ഗിയർ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ആദ്യം നമ്മൾ ഏത് ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കും. ആക്ടിവയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 10W30 ഈ ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിലാണ്. അതിൽ തന്നെ API അമേരിക്കൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാറിൽ ഉപയോഗിക്കുന്ന വേറൊരു ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിൽ ടർബോ പെട്രോൾ എഞ്ചിൻ ഓയിലാണ്. അപ്പം ഓരോ വാഹനത്തിനും അതിന്റെ ഗ്രേഡിനനുസരിച്ചുള്ള എഞ്ചിൻ ഓയിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അടുത്തതായി എപ്പോഴാണ് സ്കൂട്ടറിന്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്? നമ്മൾ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ഓയിലാണെങ്കിൽ 3000 കിലോമീറ്ററിനുള്ളിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ്. സിന്തറ്റിക് ഓയിലിന് പകരം സെമി സിന്തറ്റിക് മിനറൽ ഓയിലോ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ 2000 മുതൽ 2500 കിലോമീറ്ററിനുള്ളിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൂടാതെ കമ്പനികൾ പറയുന്ന അനുസരിച്ച് 6 മാസത്തിനുള്ളിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി ആക്റ്റീവ നല്ല നിരപ്പുള്ള സ്ഥലത്ത് സെൻട്രൽ സ്റ്റാൻഡിൽ വയ്ക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലായി എക്സോസ്റ്റിന് മുകളിലായി ഡിപ്സ്റ്റിക്ക് കാണാൻ കഴിയും. ഇത് ഓപ്പൺ ചെയ്തെടുക്കുക. ഇതിലൂടെയാണ് നമ്മൾ എൻജിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ ഓയിൽ ഫില്ല് ചെയ്യുന്നതും. നമുക്ക് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻജിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന എയറിലെ പൊടിപടലങ്ങളും അതുപോലെ എൻജിനിൽ ഫ്യൂവൽ കത്തി ഉണ്ടാകുന്ന കാർബണും ചേർന്ന് ഇത് നല്ല കട്ടിയുള്ളതായി മാറുന്നു. ഇനി എൻജിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിനുള്ള ഡ്രെയിൻ പ്ലഗ് കാണപ്പെടുന്നത്. ഇത് നമുക്ക് 17ന്റെ സ്പാനറോ സോക്കറ്റോ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. ഈ നട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന ഓയിൽ നമുക്ക് ഒരു ട്രേയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ക്യാൻ കട്ട് ചെയ്തതോ ഉപയോഗിച്ച് കളക്ട് ചെയ്തെടുക്കാൻ കഴിയും. ഓയിൽ പൂർണ്ണമായും ഡ്രെയിനായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അവസാന ഡ്രോപ്പ് ഡ്രെയിനായി കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓയിൽ ഡ്രെയിൻ ആവുന്ന ഭാഗത്തേക്ക് സ്കൂട്ടർ ചെറുതായി ഒന്ന് ചരിച്ചു കൊടുക്കാമെങ്കിൽ ഉള്ളിലുള്ള മുഴുവൻ ഓയിലും ഡ്രെയിനായി കിട്ടും. ഓയിൽ മുഴുവനായി ഡ്രെയിനായി കഴിഞ്ഞു. കൃത്യമായ സമയത്ത് ഓയിൽ ചേഞ്ച് ചെയ്യാതിരുന്നത് കൊണ്ട് ഓയിൽ നല്ല കറുപ്പുള്ളതായി മാറുകയും ഓയിലിൻ്റെ അളവ് കുറയുകയും ചെയ്തു. ഇനി നമുക്ക് ഡ്രെയിൻ പ്ലഗ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തിരികെ ഫിക്സ് ചെയ്യാം. ഓയിൽ ഫിൽ ചെയ്യുന്നതിന് മുൻപ് ഡ്രെയിൻ പ്ലഗ് തിരികെ ഫിക്സ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതിലൂടെ എൻജിൻ ഓയിൽ പുറത്തേക്ക് പോകും. നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് വാഹനമാണെങ്കിലും എൻജിൻ ഓയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം എൻജിൻ ഓയിൽ ലെവൽ കുറയുകയോ കറുപ്പ് നിറം കാണുകയോ കൂടുതൽ കട്ടിയുള്ളതാകുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് റീഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യുകയോ വേണം. ഡ്രെയിൻ നട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യാം. നമ്മുടെ സ്കൂട്ടറിൻ്റെ ഗ്രേഡിനനുസരിച്ചുള്ള എൻജിൻ ഓയിൽ വേണം നമ്മൾ പുറത്തു നിന്ന് വാങ്ങുവാൻ. ഓയിൽ ഫില്ല് ചെയ്യുന്നതിനായി നമുക്ക് ഒരു ചെറിയ ഫണൽ ഉപയോഗിക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എൻജിൻ ഓയിൽ ഒറിജിനൽ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാർകോഡോ ക്യാനിൻ്റെ പുറത്തൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറോ നോക്കി നമ്മൾ അത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ നല്ലതുപോലെ സീൽ ചെയ്താണ് എൻജിൻ ഓയിൽ ക്യാൻ വരേണ്ടത്. നമുക്കറിയാവുന്ന എൻജിൻ ഓയിൽ ബ്രാൻഡുകളോ അതുമല്ലെങ്കിൽ ഉപയോഗിച്ചവരോട് അഭിപ്രായം ചോദിച്ചോ നമുക്ക്
മികച്ച എഞ്ചിൻ ഓയിലുകൾ തിരഞ്ഞെടുക്കുവാൻ കഴിയും. സ്കൂട്ടറുകൾക്കായി 1 ലിറ്റർ അല്ലെങ്കിൽ 800 മില്ലി ക്യാനുകളാണ് ലഭിക്കുന്നത്. അതിൻ്റെ പുറത്ത് ഇതുപോലെയുള്ള മാർക്കിങ്ങുകൾ കാണാൻ കഴിയും. അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള എഞ്ചിൻ ഓയിൽ നമുക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ ആക്റ്റീവയ്ക്കായി 800 മില്ലി ഓയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. വളരെ സാവധാനം വേണം ഓയിൽ ഫില്ല് ചെയ്യുവാൻ. ഓയിൽ ലെവൽ കുറയാനോ കൂടാനോ പാടില്ല. വേണമെങ്കിൽ നമുക്ക് ഡിപ്സ്റ്റിക് ഉപയോഗിച്ച് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ കഴിയും. ഡിപ്സ്റ്റിക് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഓയിൽ ലീക്കാകാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് വേണം ഫിക്സ് ചെയ്യുവാൻ. അടുത്തതായി നമുക്ക് ഗിയർ ഓയിൽ കൂടി ചേഞ്ച് ചെയ്യാം. പലരും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യം മറന്നു പോകാറുണ്ട്. അതിനായി ഈ 2 നട്ടുകൾ നമുക്ക് ഓപ്പൺ ചെയ്യണം. 12 mm സ്പാനർ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ 2 നട്ടുകളും അഴിച്ചെടുക്കാൻ കഴിയും. സ്കൂട്ടറിൻ്റെ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് വേരിയേറ്റർ വീലിനെ കറക്കുന്നു. വേരിയേറ്റർ വീൽ ബെൽറ്റ് വഴി ക്ലച്ച് വീലുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ക്ലച്ച് വീൽ ഗിയർ വീലുകളെ കറക്കിയാണ് സ്കൂട്ടറിൻ്റെ ബാക്ക് വീൽ കറങ്ങുന്നത്. ഈ 2 നട്ടുകളിൽ താഴത്തെ നട്ട് അഴിച്ചെടുക്കുമ്പോൾ അതിലൂടെ ഗിയർ ഓയിൽ ഡ്രെയിനായി കിട്ടും. ഗിയർ ഓയിലിന് കട്ടി കൂടുതലുള്ളതുകൊണ്ട് വളരെ സാവധാനം മാത്രമേ ഡ്രെയിൻ ആകുകയുള്ളൂ. നമ്മൾ വാങ്ങുന്ന ഗിയർ ഓയിലിന് ഇതുപോലെ ഫില്ലിംഗ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫില്ല് ചെയ്യുവാൻ കഴിയും. ഇങ്ങനെ എൻജിൻ ഓയിലോ ഗിയർ ഓയിലോ ചേഞ്ച് ചെയ്യുവാൻ വർക്ക്ഷോപ്പുകളെയോ സർവീസ് സെൻ്ററിനെയോ ആശ്രയിക്കാതെ നമുക്ക് തന്നെ ചെയ്യുവാൻ കഴിയും. താഴത്തെ നട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം മുകളിലത്തെ നട്ടിൻ്റെ ഹോളിലൂടെ വേണം ഗിയർ ഓയിൽ ഫില്ല് ചെയ്യുവാൻ. ഇനിയും മുകളിലത്തെ നട്ട് കൂടി ടൈറ്റ് ചെയ്ത് ലീക്കില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമുക്ക് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുകയും വേണം.